എസ് എസ് സമിതിയിലേക്ക് പുതിയൊരു അംഗം കൂടി എത്തി. ഒഡീഷ സ്വദേശിയായ രവീന്ദ്രനെയാണ് എസ് എസ് സമിതി അഭയകേന്ദ്രം ഏറ്റെടുത്തത്. കൊല്ലം എസ് എൻ കോളേജിലെ കോമ്പൗണ്ടിനുള്ളിൽ നഗ്നനായിരുന്നിരുന്ന രവീന്ദ്രൻ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വളരെ അരോചകമായി തുടർന്നത് വാർത്തയായി പത്രങ്ങളിൽ വന്നിരുന്നു. തുടർന്ന് കൊല്ലം കോർപ്പറേഷനിലെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ശ്രീ സദാഗത് എയുടെ നിർദ്ദേശപ്രകാരം സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ ഷിബു റാവുത്തറാണ് ഇദ്ദേഹത്തെ എസ് എസ് സമിതിയിൽ എത്തിച്ചത്. ആദ്യമൊക്കെ കുറേ പിടിവാശി രവീന്ദർ കാണിച്ചെങ്കിലും എസ് എസ് സമിതിയിലെ പ്രവർത്തകരുടെ പരിചരണത്തിനും സ്നേഹത്തിനും മുന്നിൽ അദ്ദേഹത്തിന് തോൽക്കേണ്ടി വന്നു. മാനസികാരോഗ്യക്കുറവുള്ള ഇദ്ദേഹത്തെ മുടിവെട്ടി കുളിപ്പിച്ച് വൃത്തിയാക്കി പുതിയ കുപ്പായവും ഇടിപ്പിച്ച് ഭക്ഷണം നൽകി സമിതിയുടെ സ്വന്തം അംഗമാക്കി മാറ്റി എസ് എസ് സമിതിയിലെ പ്രവർത്തകർ. രവീന്ദ്രനെ പോലെ 3000-ലധികം ആൾക്കാരെ ചികിത്സിച്ച് ഭേദമാക്കി ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കാൻ ഈ 28 വർഷത്തെ കാലയളവിൽ എസ് എസ് സമിതി അഭയകേന്ദ്രത്തിന് കഴിഞ്ഞു.